രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചതിന്റെ ദുരന്ത ഫലങ്ങൾ ഇന്നും ആ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മാറാത്ത മുറിവുകളുമായി അത് തുടരുമ്പോൾ ഇതാ മറ്റൊരു മാരക യുദ്ധമുറയുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നു. തെക്കൻ ലെബനാനിലെ ജനവാസ മേഖലകളിൽ നിരോധിത രാസായുധമായ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇസ്രായേലിന്റെ ഈ നീക്കം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റോമിക് ബോംബ് സ്ഫോടനങ്ങൾ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ജനിതക വൈകല്യങ്ങൾക്കും രോഗങ്ങൾക്കും കാരണമായിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഫോസ്ഫറസ് പോലെയുള്ള രാസായുധങ്ങൾ ഇന്നത്തെയും നാളത്തെയും തലമുറയെ ഒരുപോലെ തളർത്തുന്നവയാണ്. തിങ്കളാഴ്ച പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിലാണ് ലഭ്യമായ ആധികാരിക ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ HRW തെളിവുകൾ സഹിതം ഇക്കാര്യം വിശദീകരിക്കുന്നത്. തെക്കൻ ലെബനാനിലെ ജനവാസ മേഖലയിൽ വൈറ്റ് ഫോസ്ഫറസ് യുദ്ധോപകരണങ്ങൾ പ്രയോഗിച്ചതായി സംഘടന സ്ഥിരീകരിച്ചു. മാർച്ചിൽ നടന്ന ആക്രമണത്തിൽ 2 വീടുകൾക്ക് തീ പിടിക്കുകയും ജനങ്ങൾക്ക് വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം ജനവാസ പ്രദേശങ്ങളിൽ നിയമവിരുദ്ധമായി വെളുത്ത ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിക്കുകൾക്കും ക്രൂരമായ മരണത്തിനും കാരണമാകും. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമപ്രകാരം സിവിലിയന്മാരെ സംരക്ഷിക്കാനുള്ള ഒരു മുൻകരുതലുകളും ഇസ്രായേൽ സ്വീകരിക്കുന്നില്ല എന്ന് HRW ലെബനാൻ ഗവേഷകനായുള്ള റാംസി കൈസ് പറഞ്ഞു. ഇസ്രായേൽ ആദ്യമായല്ല വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചെന്ന ആരോപണം നേരിടുന്നത്. നേരത്തെ ഗസയിലും ലെബനാനിലും ഈ ആയുധം ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഈ വൈറ്റ് ഫോസ്ഫറസ്? വൈറ്റ് ഫോസ്ഫറസ് വെറും ഒരു ആയുധമല്ല, അതൊരു മാരക വിഷമാണ്. വൈറ്റ് ഫോസ്ഫറസ് ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന രാസവസ്തുവാണ്. സൈനികർക്കിടയിൽ വില്ലി പീറ്റർ എന്നറിയപ്പെടുന്ന ഈ രാസായുധം ഭീകരമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഫോസ്ഫറസ് ആണ് ഈ ആയുധത്തിലെ പ്രധാന ഭാഗം. കത്താൻ തുടങ്ങിയാൽ ഏകദേശം 800 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉയരും. ചർമ്മത്തിൽ തട്ടിയാൽ അസ്ഥി വരെ ഉരുകിപ്പോകുന്ന വിധത്തിലുള്ള പൊള്ളലേൽക്കും. ഇത് ശ്വസിക്കുന്നത് ആന്തരിക അവയവങ്ങളുടെ തകരാറിനും കാരണമാകും. വളരെ വേദനാജനകമായ മരണവും അതിഗുരുതരമായ പരിക്കുകളും ഇതുമൂലം സംഭവിക്കും. ജപ്പാനിലെ അനുഭവം പോലെ ഇത്തരം മാരക രാസവസ്തുക്കളുടെ സാന്നിധ്യം ഭാവിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ പോലും വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യമാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസികൾക്കെതിരെ സഖ്യസേനയും ഇത് പ്രയോഗിച്ചു. കത്തുന്ന ഉള്ളി എന്നാണ് നാസികൾ ഇതിനെ വിളിച്ചിരുന്നത്. പിന്നീട് കൊറിയ, വിയറ്റ്നാം, ഇറാഖ് യുദ്ധങ്ങളിലും ഈ മാരകായുധം പ്രയോഗപ്പെട്ടിട്ടുണ്ട്. HRWന്റെ ഈ വെളിപ്പെടുത്തൽ കേവലം ഒരു യുദ്ധ വാർത്തയല്ല, മറിച്ച് മനുഷ്യത്വത്തിന് മേലുള്ള കരിനിയലാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് അറുതിയില്ലെങ്കിൽ ലോകം തളരുമെന്ന കാര്യത്തിൽ സംശയമില്ല. യുദ്ധത്തിന് പോലും നിയമങ്ങളുണ്ട് എന്ന അന്താരാഷ്ട്ര തത്വവും നിയമങ്ങളും ജനീവ കൺവെൻഷനുകളും വെറും കടലാസ് തുണ്ടുകളായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ജനതയുടെ ഭാവി കൂടി ഇല്ലാതാക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ മനുഷ്യാവകാശങ്ങളുടെ കടുത്ത ലംഘനമാണ്. 8 പതിറ്റാണ്ട് മുൻപ് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ അണുബോംബുകൾ ഇന്നും ആ ജനതയുടെ DNA-യിൽ മുറിവുകളായി അവശേഷിക്കുന്നു. തലമുറകൾ കഴിഞ്ഞിട്ടും അവിടെ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, ക്യാൻസറുകൾ പിടിമുറുക്കുന്നു. ഇന്ന് ലെബനാനിലെ മണ്ണിൽ ഇസ്രായേൽ വർഷിക്കുന്ന ഈ വൈറ്റ് ഫോസ്ഫറസ് വെറും ഒരു ആയുധമല്ല, അത് വരാനിരിക്കുന്ന മറ്റൊരു ജനിതക ദുരന്തത്തിന്റെ വിത്തുകളാണ്.